ഹലോ ഗൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഐ നോ ദാറ്റ് അറിയാമല്ലോ, എൻ്റെ എക്സാം ടൈമിലായിരിക്കും ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നല്ലൊരു വലിയ ലോങ് ബ്രേക്കൊക്കെ എടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എക്സാംസൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ബിരിയാണിയുടെ ഹരത്തിലാണ്. നിങ്ങൾ എന്നെ മുന്നേ മുതൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒട്ടും ബിരിയാണി വെക്കാൻ കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാളാണ്. എൻ്റെ പല റെസിപ്പീസും ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ബിരിയാണിയുടെ മാത്രം എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അക്കോർഡിംഗ് ടു മീ എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. ദാറ്റ്സ് വൈ ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു കുക്ക് ബിരിയാണി ക്വൈറ്റ് ഓഫൻ നവഡേയ്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോസ്റ്റ് വീക്കെൻഡ്സിൽ ഞാൻ ബിരിയാണി വെക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ over all the attempts I have gained some confidence, and this week today's a Sunday and I thought of making biryani for lunch. അപ്പോൾ why not take a vlog on that? അപ്പം come, let's make biryani together. എന്തായാലും സൂപ്പറാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബിക്കോസ് you know why? ഇന്ന് ഞാൻ നല്ല പവറിലാണ് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ബിരിയാണി ഉള്ളിയിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനൊരു 5-5.5 ഉള്ളി ഒക്കെ സ്ലൈസ് ചെയ്ത് വെച്ചു. അതിൽ കുറച്ച് ഉള്ളി എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ പഴയ ബിരിയാണി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഉള്ളി ഫ്രൈ ചെയ്യലും ഈ കാഷ്യൂ നട്ട്സ് ഒന്നും ഇടലും അതൊന്നും ചെയ്യാറില്ല. കാരണം എനിക്കറിയാം എൻ്റെ ബിരിയാണി എത്ര ലെവൽ വരെ പോകുന്നു. ബട്ട് ദിസ് ടൈം ഞാൻ അതെല്ലാം ഇടുന്നത് ബിക്കോസ് ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഹൗ ഇറ്റ് ഇസ് ഗോണ ടേൺ ഔട്ട്. എന്തായാലും ലാസ്റ്റ് വരെ വാച്ച് ചെയ്യണം നിങ്ങൾ. ഓണിയൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ്. ബിക്കോസ് വി നീഡ് ഇറ്റ് അറ്റ് ദ എൻഡ് of the biryani stage. Now what I'm doing is ginger garlic and green chili paste ഉണ്ടാക്കുകയാണ്. അത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് അതും മാറ്റി വെച്ചു. ആൻഡ് നൗ ഞാൻ സോട്ടേ ചെയ്യാനുള്ള, അതായത് ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അനിയൻസാണ് ഞാൻ ഇത്രയും ഇട്ടിട്ടുള്ളത്. ഞാൻ 1 kg ചിക്കനാണ് യൂസ് ചെയ്യുന്നത് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. See guys, the one mistake I have been doing so far in my biryani web is the cutting of the tomato in a normal diced mannerലാണ് ഞാൻ കട്ട് ചെയ്യാറ്. ബട്ട് ഇറ്റ് ഷുഡ് ബി കട്ട് ഇൻ റൗണ്ട് ഷേപ്സ്. അതാണ് ബിരിയാണിയുടെ ഐശ്വര്യം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോഴത്തേനും ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ഗ്രീൻ ചില്ലി ഇങ്ങനെ സ്ലിറ്റ് ചെയ്തതിട്ടു. പിന്നെ ഞാൻ ഇടുന്ന മസാലാസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം. ഇറ്റ്സ് മഞ്ഞൾപ്പൊടി, ഗരം മസാല ആൻഡ് ചിക്കൻ മസാല. ഗരം മസാലയും ചിക്കൻ മസാലയും ഞാൻ ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഇടുന്നത്. അത് ഞാൻ വഴറ്റിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് റോസ്റ്റായി വരുമ്പോഴാണ് ഞാൻ ചിക്കൻ ആഡ് ചെയ്യുന്നത്. വൺസ് ഐ ആഡ് ആൻഡ് മിക്സ് എവറിത്തിങ്, ഞാനത് അടച്ച് കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കും. കാരണം അതിൽ നിന്ന് തന്നെ ആ ലിക്വിഡ്, ചിക്കൻ്റെ ലിക്വിഡ് വെള്ളം ഇറങ്ങി വരുമല്ലോ. അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. മീൻ വൈൽ ഞാൻ അവിടെ ഇരിക്കുന്ന വെസൽസൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുമായിരുന്നു. ആൻഡ് ഇപ്പം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പിടാൻ പ്രത്യേകം പറയുന്നില്ല, ബിക്കോസ് ഉപ്പ് എന്തായാലും നിങ്ങൾ ഇടേണ്ട സ്റ്റേജ് നിങ്ങൾക്കറിയാമല്ലോ. നൗ ഐ ആഡഡ് ഓൾ ദ ടൊമാറ്റോസ്, കേർഡ്, പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ലെമൺ ജ്യൂസാണ്. അതെല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചു. നൗ ഐ ആം ഗോയിങ് ടു ചോപ്പ് ദ കൊറിയാൻഡർ ആൻഡ് മിൻറ്റ് ലീവ്സ്. കൊറിയാൻഡറും മിൻറ്റ് ലീവ്സ് ഇതിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതൊരിക്കലും ബിരിയാണി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാവരുത്. ഞാൻ കൊറിയാൻഡറും മിൻറ്റ് ലീവ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡറും ഞാൻ ചിക്കനിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ബട്ട് കുറച്ച് ഞാൻ ബിരിയാണിയിൽ ലാസ്റ്റ് ദമ്മിടാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നുണ്ട്. നൗ ഐ എം ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് ദ റൈസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഒരു 5 minutes ഒക്കെ സോക്ക് ചെയ്യാൻ വെക്കുന്നുള്ളൂ. നൗ ആ ചിക്കൻ ഇസ് റെഡി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ചിക്കൻ ഇറക്കി വെക്കുന്നതിന് മുന്നേ ലാസ്റ്റിൽ ഒന്നും കൂടി ടച്ചപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും ഇട്ടു. കാരണം എൻ്റെ കയ്യിൽ ബിരിയാണി മസാല ഇല്ല, അതുകൊണ്ടാണ് ഈ മസാലാസൊക്കെയാണ് ഞാൻ എൻ്റെ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റിൽ ഞാൻ ഇതൊക്കെ ഒന്നും കൂടി കുറച്ചൊരു 1/2 സ്പൂൺ വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നൗ ഞാനിപ്പം ചെയ്യുന്നത് നമ്മുടെ കാഷ്യൂസും കിസ്മിസൊക്കെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ഓയിൽ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ വളരെ മിനിമൽ ഓയിലിൽ, ബട്ട് എന്നാൽ ഒത്തിരി കുറവും അങ്ങനെ ആവുന്നില്ല. കാരണം നമ്മുടെ ചിക്കനിൽ തന്നെ നല്ല ഫാറ്റ് ഉണ്ട്. നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്യാതെയാണ് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ല ഫാറ്റ് ഇറങ്ങും. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഓയിലൊന്നുമല്ല ഈ ചിക്കൻ ഉണ്ടാക്കിയത്. ഞാൻ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് ബട്ടർ ഇട്ടിട്ട് ആ ബട്ടറിൽ ഈ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ 1.5 കപ്പ്
കപ്പ് 1.25 കപ്പ് എന്തോ ആണ് എടുത്തത്. സോ ഞാൻ അതിന് 3.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഹോൾ സ്പൈസസ് ഇടുന്നുണ്ട്. ഇതിൻ്റെ കണക്കൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ ഒരു അളവിന് എടുത്തിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. പിന്നെ ബേ ലീവ്സും ജിഞ്ചർ ഗാർലിക് പൗഡറാണ് ഇത്, കാരണം പേസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എളുപ്പ വഴിക്ക് അതിട്ടു. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇടുക. ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യുക, ഉപ്പ് കറക്റ്റാണോ എന്നറിയാൻ. പിന്നെ അഗെയിൻ ഞാൻ ലെമൺ ജ്യൂസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ റൈസ് ഒരു 70% കുക്കായാൽ മതി. എന്ന് വെച്ചാൽ അത് ഒരു ഇത്തിരി കല്ല് പോലെ ഇരിക്കണം, കാരണം ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഫുള്ള് പ്ലീ ആവുന്നില്ല ആക്ച്വലി. അപ്പോൾ ആ സ്റ്റേജിൽ നമ്മളത് എടുത്തിട്ട് ഞാൻ എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡിനോട് ഇത് ഊറ്റിത്തരാനുള്ള ഡ്യൂട്ടി കൊടുത്തു. ആൻഡ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ദമ്മിടുന്നത്. ഞാൻ അങ്ങനെ ലെയർ ആയിട്ടൊന്നും ദമ്മിടുന്നില്ല. ഞാൻ ഒറ്റ ലെയറിൽ ചിക്കൻ ഗ്രേവി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ള് റൈസ് ഇട്ടിട്ടാണ് ലെയർ ചെയ്യുന്നത്, ദമ്മ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഫ്രൈഡ് അനിയൻസൊക്കെ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ബാദാം, കാഷ്യൂസും കിസ്മിസും പിന്നെ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും ഇതൊക്കെയാണ് ഈ സ്റ്റേജിൽ ഞാൻ ഇട്ടിട്ട്. ഒരു കാര്യം ഞാൻ ഇതിൽ ചെയ്യുന്നത്, ഒരു പുതിയ ടെക്നിക്ക് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അതായത് നമ്മൾ ബിരിയാണി ഇത് ദമ്മിടുന്നതിന് മുന്നേ വി ഹാവ് ടു മേക്ക് ഹോൾസ്. നമ്മൾ ഒരു ഓട്ടകൾ ഉണ്ടാക്കണം, കാരണം അപ്പോഴേ ആ അടിയിൽ നിന്നുള്ള ഫ്ലേവേഴ്സൊക്കെ റൈസിലേക്ക് അതിൻ്റെ അരോമാസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവർ സ്പ്രെഡ് ആകത്തുള്ളൂ. സോ ഈ സ്റ്റെപ്പ് വളരെ യൂസ്ഫുള്ളായി എനിക്ക്. ഈ ബിരിയാണിയിൽ നല്ല എല്ലായിടത്തേക്കും ആ ഫ്ലേവേഴ്സ് അങ്ങോട്ട് സ്പ്രെഡായി. സോ എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടാട്ടോ ഞാൻ ലിഡ് എന്ന് വെച്ചാൽ നന്നായിട്ട് ടൈറ്റാക്കി വെക്കുന്നത്. അങ്ങനെ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ ദമ്മ് ഞാൻ പൊട്ടിക്കുന്നത്. ആൻഡ് എൻ്റെ പൊന്നെ മണം, ആ ബിരിയാണി കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എന്ത് മൊഞ്ചിലാണ് ഇരിക്കുന്നത് എന്ന്. സോ നമ്മുടെ ബിരിയാണി കുട്ടീനെ എടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യേണ്ട ടൈമായിരിക്കുന്നു. സോ ഞാൻ നല്ല ഭംഗിയിലൊക്കെ സെർവ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ കയ്യിൽ നിന്ന് പോയി ചെറുതായിട്ട്. അതാണ് ഇങ്ങനെയൊക്കെ ഒരു ഭംഗിയിൽ ഇങ്ങനെ ബൗളിലൊക്കെ ആക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ചിക്കൻ പീസ് കുറച്ച് വലിയ പീസുകളായതുകൊണ്ട് ബൗളിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റില്ല. സോ ഞാൻ എൻ്റെ ഒരു ഇതിൽ അങ്ങോട്ട് ഇട്ടു. ആൻഡ് കുറച്ച് സാലഡും സൈഡിലിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് അടിക്കാൻ പോവുകയാണ്. സോ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ കാണാനാണ് മുട്ടി നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം ടു ഹാവ് ദ ഫസ്റ്റ് കൈ ഓഫ് ബിരിയാണി ആൻഡ് ഹി വാസ് ടേക്കിംഗ് വെരി ലോങ് ടു ഗിവ് ദ റിയാക്ഷൻ. അവൻ ഇങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് ആ റിയാക്ഷൻ എനിക്ക് തന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദ ലിറ്റിൽ ഗേൾ ഇൻ മീ ബീയിങ് സോ ഹാപ്പി. സോ ഇനി ഞാൻ കഴിക്കാൻ പോകുന്നത് നിങ്ങളെ കൊതിപ്പിച്ചിട്ടേ കഴിക്കുകയുള്ളൂ. സോ watch. So angane guys, I came up with my perfect recipe of biryani and you can surely ധൈര്യത്തോടെ ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യാം. ഐ അഷോ യു ആർ നോട്ട് ഗോണ റിഗ്രറ്റ് ഇറ്റ്. സോ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണം. സോ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. until then bye.